ഓക്കെ, ആ പ്രതികരണം പെട്ടെന്നൊന്ന് വന്നിരുന്നു. അത് പെട്ടെന്ന് നമ്മൾ ആ പ്രതികരണത്തിലേക്ക് തന്നെ എത്താം. നമുക്കിപ്പോൾ ഡി ബിനോയും ഉണ്ട്, അതോടൊപ്പം കോഴിക്കോട് നിന്നും റിയാസ് KMR കൂടിയുണ്ട്. റിയാസ്, അവിടുത്തെ LDFന്റെ മേയർ സ്ഥാനാർത്ഥി തോറ്റു, UDFന്റെ മേയർ സ്ഥാനാർത്ഥിയും തോറ്റു. അപ്പോൾ എന്താണ് അവിടുത്തെ നിലവിലെ സാഹചര്യം? കോഴിക്കോട് കോർപ്പറേഷൻ LDFനൊപ്പം ഇടതോട്ട് തന്നെയാണല്ലേ? കാളിദാസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് മേയർ സ്ഥാനാർത്ഥികൾക്ക് രാശിയില്ല എന്നുള്ളതാണ്. മേയർ സ്ഥാനാർത്ഥികൾ 2 പേരും തോറ്റിരിക്കുന്നു. ഇനിയിപ്പോൾ NDAയുടെ ഒരു മുതിർന്ന നേതാവായിട്ടുള്ള നവ്യ ഹരിദാസിന്റെ കാര്യമാണ് ഇനി അറിയാൻ ഉള്ളത്. നവ്യ ഹരിദാസിന്റെ നിലയും പരുങ്ങലിലാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ ഇനിയും അവരെ സംബന്ധിച്ച് അവരുടെ വോട്ടുകൾ എണ്ണാനുണ്ട്. സ്വാഭാവികമായും അതായത് 3 മുന്നണികളും അവരുടെ നായക സ്ഥാനത്തെ ഉയർത്തിക്കാട്ടിയിരുന്നവരുടെ നില പരുങ്ങില്ലാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നവ്യ ഹരിദാസ് ഒരുപക്ഷെ അവസാന റൗണ്ടിൽ രക്ഷപ്പെട്ട് പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. നിലവിൽ അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് LDF മേയറാക്കാൻ വെച്ചിരുന്ന LDFന്റെ മേയർ സ്ഥാനാർത്ഥി മുസാഫിർ അഹമ്മദിനെ അട്ടിമറിച്ചിരിക്കുന്നു. മീഞ്ചന്ത എന്ന് പറയുന്നത് LDFന്റെ അതായത് വാർഡ് വിഭജനം വന്നിട്ട് പോലും LDFന് വലിയ മേൽക്കൈയുള്ള ഒരു ഡിവിഷനാണ്. അവിടെയാണ് UDFിലെ SK അബൂബക്കർ, കോൺഗ്രസിലെ SK അബൂബക്കർ നിലവിൽ മറ്റൊരു ഡിവിഷനിലെ UDFന്റെ നിലവിലെ കൗൺസിലറാണ്. പക്ഷേ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ആ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് പെട്ടെന്ന് എത്താം. നേതാക്കളുടെ UDF തികഞ്ഞ സന്തോഷത്തിലാണ്. ജനങ്ങൾ, കേരള ജനത ഞങ്ങൾക്കൊപ്പം അതിശക്തമായ പിന്തുണ നൽകി ഞങ്ങളെ വിജയിപ്പിച്ചു. സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഞങ്ങൾ തുറന്നുകാട്ടി. ജനങ്ങളത് മനസ്സിലാക്കി. LDFന്റെ കള്ളപ്രചരണങ്ങൾ ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞു. UDF ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുകയാണ്. കൂട്ടായ പരിശ്രമം, നല്ല മുന്നൊരുക്കം, നല്ല സ്ഥാനാർത്ഥികൾ, കഠിനാധ്വാനം, അതിൻ്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ റിസൾട്ട് വന്ന് വ്യക്തമായ വിശദാംശങ്ങൾ നൽകുന്നതാണ്. തിരുവനന്തപുരത്തെ കാര്യങ്ങൾ കോർപ്പറേഷന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേഷനിലും എല്ലാ സ്ഥലത്തും UDF ശക്തമായിട്ട് മുന്നേറിക്കൊണ്ട് നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡീറ്റെയിൽ നമുക്ക് കാണാം. ആദ്യം സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ്. UDF കുതിക്കുകയാണ്. റിയാസ് KMRന്റെ റിയാസ്, UDF കുതിക്കുകയാണ്. പക്ഷെ കോഴിക്കോട് കോർപ്പറേഷനിൽ അത്ര കുതിപ്പ് കാണുന്നില്ല. എന്നാൽ തൊട്ടുപുറകെ ഉണ്ട്. അത്ര നമുക്കങ്ങ് തള്ളിക്കളയാൻ സാധിക്കില്ല UDFന്. കാരണം കോഴിക്കോട് കോർപ്പറേഷനിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ പോലും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ തവണത്തേതിനെയും അതിന്റെ മുൻപത്തെ തവണത്തേതിനെയും അപേക്ഷിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ UDFന്റെ കുതിപ്പ് കാണാനുണ്ട്. പക്ഷെ ഭരണം ഒരുപക്ഷെ LDF നിലനിർത്തിയേക്കും എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും മേയർ ആരായിരിക്കും എന്നുള്ള ചോദ്യം നമുക്ക് മുൻപിൽ ബാക്കിയാവുകയാണ്. മേയർ സ്ഥാനാർത്ഥി ആരും ഇല്ലാത്ത ഒരു സാഹചര്യം നിലവിൽ LDFനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഭരണം കിട്ടിയാലും മേയർ സ്ഥാനാർത്ഥിയായി കണ്ടിരുന്ന CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന നിലവിലെ ഡെപ്യൂട്ടി മേയർ ആയിട്ടുള്ള CP മുസാഫർ അഹമ്മദ് പരാജയപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം CPIMൽ നിന്ന് തന്നെയുള്ള വോട്ടുകൾ ചോർന്നിരിക്കുന്നു. അതിന്റെ പ്രധാന കാരണം പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അതിനെതിരെ CIT ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. CITന്റെ ഉൾപ്പെടെയുള്ള ചുമട്ട് തൊഴിലാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഒരു ഡിവിഷൻ കൂടിയാണ് മീഞ്ചന്ത എന്ന് പറയുന്നത്. LDFന് വലിയ മേൽക്കൈയുള്ള ഒരു ഡിവിഷനാണ് സാധാരണയായി. അങ്ങനെയെങ്കിൽ ഈ പാളയം പച്ചക്കറി മാർക്കറ്റ് മാറ്റവുമായി ബന്ധപ്പെട്ട് മുസാഫിർ അഹമ്മദിനെതിരെ ഉണ്ടായിരുന്ന ചില പ്രതിഷേധങ്ങൾ അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണം നമുക്കൊരു തുടക്കത്തിൽ വ്യാഖ്യാനിക്കാൻ. അപ്പോഴും ചില ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. പാറപ്പടിയിൽ PM നിയാസ് എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത്, UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള PM നിയാസിന്റെ പരാജയം, അത് അവിടെയുള്ള പ്രാദേശികപരമായിട്ടുള്ള ഒരു നേതാവിനെ പരിഗണിക്കാതെ PM നിയാസിനെ പെട്ടെന്ന് ഈ ഒരു പാറപ്പടി, എനിക്ക് തോന്നുന്നത് ഈ പാറപ്പടിയില് PM നിയാസ്, മേയർ സ്ഥാനാർത്ഥി PM നിയാസ് തോറ്റെങ്കിലും തൊട്ടടുത്ത് മലാപ്പറമ്പിൽ ഈ കോഴിക്കോട് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KC ശോഭിത വിജയിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷം കൂടിയാണ്. തീർച്ചയായും മലാപ്പറമ്പിൽ KC ശോഭിത വിജയിച്ചിട്ടുണ്ട്. അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വോട്ടില്ല എന്ന കാര്യം പിന്നീട് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം അറിയുന്നത്. അത് ആദ്യം ഇത് പരിശോധിക്കുന്നതിൽ പിഴവ് വരുത്തിയെന്ന് പറഞ്ഞ് പിന്നീട് പാർട്ടിയിൽ നിന്നും പാർട്ടി രാജി ചോദിച്ചു വാങ്ങിയ KP രാജേഷ് കുമാറാണ് നിലവിൽ മലാപ്പറമ്പിലെ സിറ്റിംഗ്
കൗൺസിലർ, UDF-ലെ കോൺഗ്രസിലെ രാജേഷ് കുമാറാണ് സിറ്റിംഗ് കൗൺസിലർ. ആ രാജേഷ് കുമാർ നേരത്തെ ജയിച്ചതിനേക്കാൾ ശക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വിജയിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ KP രാജേഷ് കുമാറിനെ തിരിച്ചെടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാരണം രാജേഷ് കുമാറിന്റെ പ്രവർത്തനത്തിന് കൂടി ലഭിച്ച അംഗീകാരമായിട്ടാണ് ഒരുപക്ഷെ ശോഭിതയുടെ വിജയത്തെ കാണേണ്ടി വരിക. ഒപ്പം തന്നെ ശോഭിത പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ നടത്തിയ ഇടപെടലുകൾ കൂടിയുള്ള അംഗീകാരമായി KC ശോഭിതയുടെ വിജയം നമുക്ക് കാണാൻ കഴിയും. KC ശോഭിത വിജയിച്ചത് ഈ UDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ തന്നെയാണ്. നേരത്തെ KP രാജേഷ് കുമാർ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടിക്കൊണ്ട് ശോഭിത വിജയിക്കുന്നു. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഒരു ചരിത്ര ഭൂരിപക്ഷം എന്ന് പറയുന്നത് TPM ജിഷാനാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ജയിച്ചിരിക്കുന്നത് മുഗദർ ഡിവിഷനാണ്. മുഗദർ ഡിവിഷൻ നിലവിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയാണ് 3081 ഭൂരിപക്ഷം മാത്രമാണ്. 3081 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അന്തിമമായി കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഒരുപക്ഷെ TPM ജിഷാന്റേതായി മാറാനുള്ള സാധ്യതയുമുണ്ട്. അവിടെയാണ് ഇത്തവണ LDF-ന്റെ സിറ്റിംഗ് സീറ്റാണ് ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി UDF-ന് വേണ്ടി ഈ TPM ജിഷാൻ പിടിച്ചെടുത്തത്. TPM ജിഷാന്റെ പാരമ്പര്യം കൂടി അവിടെ ഘടകമാണ്. കാരണം TPM ജിഷാന്റെ പിതാവ് TPM സാഹിർ നേരത്തെ ഈ മുഗദാർ വാർഡ് ഉൾക്കൊള്ളുന്ന കോഴിക്കോട് സൗത്തിലെ MLA ആയിരുന്നു. ഒപ്പം തന്നെ മുൻ മന്ത്രി അഹമ്മദ് ഗുരുക്കളുടെ സഹോദരി പുത്രനാണ്. അങ്ങനെയുള്ള കുറെ പാരമ്പര്യം, അത്തരം ബന്ധങ്ങൾ TPM ജിഷാന് ഗുണം ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മുഗദാർ നേരത്തെ ലീഗിന്റെ കൈവശം ഉണ്ടായിരുന്ന സീറ്റാണ്. അത് പിന്നീട് LDF പിടിച്ചെടുക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. മറ്റ് ചില അട്ടിമറികൾ കൂടി നമുക്ക് ഇവിടെ ആഴ്ചവട്ടം ഡിവിഷൻ, അത് 40 വർഷമായി LDF നിലനിർത്തി പോകുന്ന ആഴ്ചവട്ടം ഡിവിഷനിൽ അവിടെ ഷഫീന ആബിദ് എന്ന് പറയുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതും മറ്റൊരു അട്ടിമറിയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തവണ LDF ഇനി കോഴിക്കോട് കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയാൽ പോലും അത് അത്ര ഒരു തിളങ്ങുന്ന വിജയമല്ല. തിളക്കമില്ലാത്ത, തിളക്കം അച്ചുപോയ ഒരു വിജയമാണ്. UDF-നെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിരുന്നാൽ പോലും അത് മികച്ച രീതിയിലുള്ള ഒരു വിജയമായി മാറും. കറുത്ത കുതിരകളായി BJP മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നിലവിൽ 9 ഡിവിഷനുകൾ, 7 ഡിവിഷനുകൾ മാത്രമുണ്ടായിരുന്ന BJP നിലവിൽ 9 ഡിവിഷനുകൾ അത്